വലിയൊരു ഫാന്റെ മറ്റൊരു കൗതുകം നിറഞ്ഞ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചേട്ടനും ചേച്ചിമാരെയും വെൽക്കം ചെയ്യാം. വിവേകേട്ട, അമ്മു, സൗഭാഗ്യ ചേച്ചി. വിവേകേട്ട, എന്ത് പറ്റി? കോമഡി വെൽക്കം ചെയ്താണ് കേട്ടോ. എന്നാലും റിംസ് അത് സൈലന്റ് പണിയായിരുന്നു. സീരിയസ് ആയിട്ട് കോയിൻസിഡൻസ്. അപ്പൊ വിവേകേട്ട വിശേഷം? എന്തായാലും വിവേക് ചേട്ടന്റെ വിഷമം വേണ്ട, അതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഞാൻ ഇൻട്രോ തരാം. ശരി, ഓക്കെ. നമുക്ക് സ്വാഗതം ചെയ്യാം മിനി സ്ക്രീൻ സൽമാൻ ഖാനായ വിവേക് ഗോപൻ. ഭയങ്കരം. ഓക്കെ അല്ലേ? റെഡി? താങ്ക് യു. ഓക്കെ, നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ഫാനെ സ്വാഗതം ചെയ്യാം, കല്യാണി. കല്യാണി, സുന്ദരി കുട്ടിയുണ്ടല്ലോ. മാച്ചിങ്. ഏത് പാട്ടാന്ന് പാടാൻ പോണ? ഞാൻ ഇന്ന് 1989 ഇറങ്ങിയ വടക്കുംനോക്കി യന്ത്രം എന്ന ഫിലിമിൽ കൈതപ്രം മാഷിൻ്റെ ലിറിക്സിന് വേണ്ടി ജോൺസൺ മാഷ് സംഗീതം കൊടുത്ത് MG ശ്രീകുമാർ സർ പാടിയതാണ്. ഈ പാട്ട് മായാമയരാണ്. ഈ പാട്ടിന് MG ശ്രീകുമാർ സാറിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു. എന്ത് രസമല്ലേ പറയണ കേൾക്കാൻ വേണ്ടിട്ട്. എല്ലാ പ്രാവശ്യവും കല്യാണി വരുമ്പോ ഒരു സ്പെഷ്യാലിറ്റി അതാണ്. ആ പറയുന്ന രീതി തന്നെ രസമാണ് കേൾക്കാൻ. എല്ലാ തവണയും കല്യാണി വന്നിട്ട് സോങ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. സോ അത്രയും പഠിച്ചിട്ടൊക്കെയാണ് വന്ന് പറയുന്നത്. ആ മെച്യൂരിറ്റി, ഹാൻഡ്സ് ഓഫ്. താങ്ക് യു. എന്തായാലും പാട്ട് കേൾക്കാനായിട്ട് നമ്മൾ ഈഗർലി വെയിറ്റിംഗ് ആണ്. ഓൾ ദി വെരി ബെസ്റ്റ് കല്യാണി, നല്ലോണം പാടും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ കല്യാണി ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കല്യാണി പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയി പാടി. താങ്ക് യു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാർക്ക് ചോദിക്കാം. സൗഭാഗ്യ ചേച്ചി. കല്യാണി ശരിക്കും ഒരു വേർഡ് കൊണ്ട് ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതല്ല. മോളിപ്പോൾ പാടിയിട്ട് നമുക്ക് കിട്ടിയ ഫീൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിയോണ്ട് വേർഡ്സ് എന്ന് തന്നെ പറയാം. അത്രയും സൂത്തിങ് ആയിട്ട് പാടി. ബ്രില്യൻറ്റ് സിംഗിങ് ആയിരുന്നു. മോളുടെ പാട്ടിൽ അങ്ങനെ ഡിസോൾവ് ആയി പോകുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത്രയും സൂതിങ് എഫക്റ്റ് ആയിരുന്നു. ശരിക്കും എൻ്റെ ഒരു കമൻറ്റ് ഇപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എത്ര ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഐ കാൺട്ട് റിയലി എക്സ്പ്രസ് ഇറ്റ് ത്രൂ ദിസ് വേർഡ്സ്. അപ്പം ഒത്തിരി നന്നായി പാടി. ആസ് യൂഷ്വൽ കല്യാണി എപ്പോഴും മിടിക്കുകയാണ്. കണ്ടിന്യൂ ബീയിങ് ലൈക്ക് ദിസ്. എല്ലാ നന്മയും വരട്ടെ മോൾക്ക്. താങ്ക് യു. വിവേകേട്ടാ. എനിക്ക് പാട്ട് എന്താ പറയുക വളരെ മനോഹരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് പാടി ഈ പറഞ്ഞു. പക്ഷേ എനിക്ക് നമുക്ക് ഈ ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോഴായിരുന്നാലും നമുക്ക് പാടാൻ അറിയില്ലെങ്കിലായിരുന്നാലും നമ്മൾ കേൾക്കുമ്പം ചില ലൈൻസൊക്കെ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് തോന്നും. അപ്പോൾ എനിക്കിപ്പം കല്യാണി പാടിയതിൽ വെച്ച് കല്യാണിക്ക് തന്നെ ഇഷ്ടപ്പെട്ട സംഭവം എനിക്ക് തോന്നി വെച്ച് കഴിഞ്ഞാൽ ആ സെക്കൻഡ് സ്റ്റാൻസ് ആണെന്ന് എനിക്ക് തോന്നി. ചരണം 2 അല്ലേ? അനുപല്ലവി മോള് പാടിയതിൽ ഒത്തിരി ഫീൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വിവേചൻ അസ്യൂം ചെയ്ത് മോൾ ആ പോർഷൻ ഒത്തിരി എൻജോയ് ചെയ്ത് പാടി. വിവേചന പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ്. അത് ഒത്തിരി എൻജോയ് ചെയ്ത് പാടുന്ന പോലെ എനിക്കും അത് ഫീൽ ചെയ്തു. അനുപല്ലവി പോർഷൻ വാസ് വെരി ഗുഡ്. ചില ലൈൻസ് പാടുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ തോന്നുന്നു നന്നായിട്ട് പാടി അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്തു എന്ന് നമുക്ക് തന്നെ ഉള്ളിലൊരു തോന്നൽ വരും. അത് ചില സംഭവങ്ങൾ അങ്ങനെയാണത്. അപ്പോൾ അതുപോലെ എനിക്ക് ആ ഒരു ഫീൽ കല്യാണിക്ക് അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്ത് പാടി എന്നുള്ളൊരു ഫീൽ എനിക്കിവിടെ കിട്ടി. ആ ഫസ്റ്റ് സ്റ്റാൻസിനെക്കാളും സെക്കൻഡ് സ്റ്റാൻസ് വളരെ ഭംഗിയായിട്ട് പാടി. അപ്പോൾ ആ ഒരു ഫീൽ എനിക്ക് കിട്ടിയതാണ് ഞാൻ അങ്ങോട്ട് കൺവേ ചെയ്തത്. ബാക്കിയെല്ലാം പെർഫെക്ഷൻ ആയിരുന്നു. ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. ഒന്നും പറയാനില്ല. എന്താ പറയുക, ബ്രില്യൻ്റ് ആയിരുന്നു. ഓരോ എപ്പിസോഡ് കഴിഞ്ഞ് വരുമ്പോഴും നമുക്ക് ആ ഇമ്പ്രൂവ്മെൻറ്റും ആ ഒരു കോൺഫിഡൻസും ഓർക്കസ്ട്ര ഇവിടെ വന്നപ്പോൾ ഉള്ള കോൺഫിഡൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. അമ്മു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. ശരിക്കും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കല്യാണി അവിടെ നിന്ന് പാടുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാ പ്രാവശ്യം പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ളൂ. കല്യാണി തന്നെ എൻജോയ് ചെയ്ത് പാടുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനെക്കാട്ടും എൻജോയ്മെൻ്റ് ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ഓർക്കസ്ട്ര ടീമിന് സ്പെഷ്യൽ താങ്ക് യു. നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഈ സോങ്ങിന്. നിങ്ങളൊരു വലിയൊരു പാട്ടായിരുന്നു ഈ സോങ്ങിൽ. അപ്പം ഒരുപാട് നല്ലതായിരുന്നു. ഐ റിയലി ലൈക്ക് ഇറ്റ്. കീപ് ഇറ്റ് അപ്പ്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണി ഈസ് ഓൾവേസ് ബീങ് എ ഫാൻ ഹിയർ rather than being a contestant. Correct. She's enjoying what she's doing. Exactly. അത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ആട്ട് നമ്മൾ തന്നെ എൻജോയ് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല, ഒട്ടും പറ്റില്ല. അപ്പോൾ അത് കല്യാണിന്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിലും ഇതിലും അടിപൊളിയായിട്ട് വരാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അതുപോലെ ലാസ്റ്റ് എപ്പിസോഡിൽ കല്യാണി കൊണ്ടുവന്ന ഗിഫ്റ്റ് എൻ്റെ വീട്ടിലെല്ലാം കാണിച്ചു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കറക്റ്റ്. എല്ലാവർക്കും ഇഷ്ടമായി. എൻ്റെ വീട്ടിലെ ഫ്രണ്ട് റൂമിൽ തന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ആ വാച്ചിന്റെ കൂട്ടത്തിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. Thank you so much once again. ഈയിടെ കാലത്തൊന്നും ഇത്രയും നല്ലൊരു ഡ്രോയിങ്, വളരെ പക്കായിട്ട് വരച്ചൊരു ഡ്രോയിങ് ഇതുവരെ കിട്ടിയിട്ടില്ല. താങ്ക് യു. ആൻഡ് കല്യാണി ഹിന്ദുസ്ഥാനി മ്യൂസിക് പഠിക്കുന്നുണ്ടല്ലേ? അതിൽ ട്രെയിൻഡ് ആണല്ലേ? ബിക്കോസ് അത് ഈ സോങ്ങിൽ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സ്കെയിൽസ് ആണ് വരുന്നത്. അപ്പം അത് ഭയങ്കര അനായാസമായിട്ട് മോള് പാടി. അപ്പോൾ ഏതെങ്കിലും ഒരു ഹിന്ദുസ്ഥാനി മ്യൂസിക് ഏതെങ്കിലും മോൾക്ക് ഇപ്പം പാടാൻ പറ്റുമോ വിത്തൗട്ട് എനി പ്രിപ്പറേഷൻ? ഹിന്ദി സോങ് ആയാലും മതി, ഹിന്ദുസ്ഥാനി ആണെന്ന്. ഒരു ഹിന്ദി സോങ് പാടാം. Wow, my favorite. I just love this song. हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले कि फिर हसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले से Wow, I just love it. Superb. No Thank words you. at all. പാടി തുടങ്ങിയപ്പോൾ തൊട്ട് ഗൂസ് ബംസ് ആയിരുന്നു. സൂപ്പർബ് ആയിരുന്നു. നമ്മുടെ 3 പേരുടെ മോസ്റ്റ് ഫേവറേറ്റ് കം സോങ് കം ആണ്. കം ഫാസ്റ്റ് ഗലെ ലഗാओ. लग जा गले कि फिर हसी रात
awesome singer. Super. Super, we really like it. Well done, dear. എനിക്ക് ഇതിന്റെ ഒറിജിനൽ സോങ് കേട്ടതിന് ശേഷം പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം സനംപുരി പാടിയ ആ വേർഷൻ ആയിരുന്നു എനിക്ക് ഇഷ്ടം. അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടം കല്യാണിയുടെ ഈ വേർഷനാണ്. കുറച്ച് ലൈൻസ് പാടിയെങ്കിലും മൈ ഫേവറേറ്റ് കേട്ടോ, ഞാൻ മറക്കുകയില്ല ഈ എപ്പിസോഡ്. സൂപ്പറായിട്ട് പാടി. എന്തായാലും കല്യാണി അടിപൊളി കമന്റ്സ് ആണ്. ഹാപ്പിയാണോ? പിന്നെ പിന്നെ വളരെ ഹാപ്പിയാണ്. എല്ലാവരും നല്ല എൻജോയ് ചെയ്യിപ്പിച്ചു, അലിയിപ്പിച്ചു. ശരിക്കും പറഞ്ഞ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ആയിട്ട്. ഓക്കെ, ഇതുപോലെ തന്നെ എപ്പോഴും വേണം. പിന്നെ എന്തായാലും വരും. ഷുവർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. വെൽക്കം ബാക്ക് ടു ഇമ്മിണി വലിയൊരു ഫാൻ. ഇന്നത്തെ എപ്പിസോഡിൽ അടുത്ത ഫാനിനെ സ്വാഗതം ചെയ്യാം. ഗായത്രി. ഭയങ്കര നാടൻ ലുക്കാണല്ലോ. എന്താ പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ സ്കിറ്റും ഡാൻസും ആണ്. അത് മേലേപ്പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞ സിനിമയിലെ സ്കിറ്റും പിന്നെ ഒരു പഴയ പടമുണ്ട്, തമിഴാണ്. അത് ശോഭനയും ഭാഗ്യരാജും കൂടെ ചെയ്തതാണ്. ഇത് നമ്മള് അതിലത്തെ ഒരു കുഞ്ഞൊരു ഡാൻസാണ്. വാവ്. അമ്മ വന്നില്ല, അമ്മൂമ്മയാണോ വന്ന ഇന്ന്? അല്ല, പിന്നെ അമ്മേന്റെ. അമ്മയാണോ ഇത്? അമ്മയ്ക്ക് എന്ത് പറ്റി പെട്ടെന്ന് ഒരു ദിവസം കണ്ടില്ല? അയ്യോ, അമ്മ എവിടെയെങ്കിലും ആരെങ്കിലും കാത്തിരുന്നോ ഇത്രയും വയസ്സാവാൻ കാര്യം? പെട്ടെന്ന് വയസ്സായി അമ്മയ്ക്ക്. അമ്മ പെർഫോം ചെയ്യണ്ടോന്ന്. അതാണ് മേലേപ്പുറം വീട്. ആ കറക്റ്റ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ് അമ്മയ്ക്കും. താങ്ക് യു. ഗായത്രി, നല്ലൊരു പെർഫോമൻസ് ആയിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. തലയ്ക്ക് അസുഖം വല്ല ആണെങ്കിലേ എല്ലാത്തിനും പൊക്കിയെടുത്ത് ഞാൻ പുറത്തറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണ് അവിടെ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്. കേറി പൊടിയകത്ത്. നിങ്ങൾ എന്തോന്നാ വായും പൊളിച്ച് നോക്കി നിൽക്കുന്നത്? ഞാൻ എല്ലാം കാണുന്നുണ്ട്. വീടിന് കോലം പൊടുത്താ വഴക്കം. அப்பதான் லட்சுமி கரமா இருக்கும். கோலம் மாவுன்னு நினைச்சுதான் அதை எடுத்தேன். പുട്ട് ചുടാൻ വെച്ചിരുന്ന പൊടി എടുത്ത് നിന്നോടാരാ കോലം വരയ്ക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് ചെയ്താ പോരെ? അമ്മ അടിപ്പാങ്കളാ? അമ്മ അടിക്കാൻ വന്ന ബോധം കെട്ട് വീണു. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അയ്യോ, தெரியாம இந்த தப்ப செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன். എന്നെ മன்னிച്ചിടുங்க. നീ പറയുന്നത് പലതും എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നുവെച്ചാ തെറ്റ് കണ്ടാ ഞാൻ വഴക്ക് പറയും. ചിലപ്പോ അടിച്ചെന്നും വരും. അണ്ണൻ, അക്ക, ചക്ക, തങ്കച്ചി, ഞാൻ ഉന്നെ വിടമാട്ടേൻ, നീ എൻ പുന്നകൈ മന്നൻ, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. എന്താണ് അവിടെ? ജോലി കഴിഞ്ഞെങ്കിൽ പവിഴത്തോട് ചോദിച്ചിത്തിരി തമിഴ് പഠിക്കാമെന്ന് കരുതി. ഒരു സന്ദർഭം കിട്ടുമ്പോ വെറുതെ കളയണോ? ഓടാ, സന്ദർഭം കിട്ടിയപ്പോ നേരാൻ വേണ്ട എഴുതാനും വായിക്കാനും പഠിക്കാത്ത നീയാ ഇപ്പൊ തമിഴ് പഠിക്കുന്നത്. പോടാ പൈത്യക്കാരാ, പോയി തൂങ്ങടാ, ഇല്ലെങ്കിൽ കൊന്നിടേ. എന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം. ഓരോരോ പ്രായത്തിൽ ഓരോരോ തെറ്റുകൾ ഏത് മക്കളും ചെയ്യും. ഞാനങ്ങനെ അറിയാതെ വല്ല തെറ്റും ചെയ്തു പോയിട്ടുണ്ട്. അമ്മ എന്നോട് ക്ഷമിക്കും. ആരായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ ഞാൻ ക്ഷമിക്കത്തുള്ളടാ. അപ്പൊ നീ ആയിരുന്നു പുട്ടിന്റെ പൊടിയെടുത്ത് അവക്ക് കൊടുത്തത് അല്ലേടാ?
ഗായത്രി എന്തോ നന്നായി ചെയ്തു. നമുക്ക് നമ്മുടെ ചേട്ടനെ ചേച്ചിമാരത്ത് ചോദിക്കാം. വിവേകേട്ടാ നന്നായി ചെയ്തു എന്ന് പറയാനേ എനിക്ക് അത്രേ പറയാനേ തോന്നുള്ളൂ. കാരണം ഗായത്രി ഒരു എലിമിനേഷൻ റൗണ്ടൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് വന്ന് പെർഫോം ചെയ്യേണ്ടത് കുറച്ചുകൂടെ ഹാർഡ് ആൻഡ് ഹെവി ആയിട്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അത്ര ആ ഒരു ഫീല് വന്നില്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കിയെല്ലാവരും നന്നായിട്ട് പെർഫോം ഗായത്രി നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നല്ല, ബാക്കിയുള്ള പെർഫോമൻസിനെ വെച്ച് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അമ്മ വളരെ മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ആ മേക്കപ്പിനും ആ ഒരു എന്താ പറയുക ആ വേഷത്തിനുമുള്ള ഇത് നീതി അമ്മ കാണിച്ചു എന്നുള്ളത് വളരെ പക്കയായിട്ടാണ് ചെയ്തു അമ്മ. വളരെ നന്നായി. ബാക്കി എല്ലാവരും ജഗതിയായാലും മറ്റേ ജയറാമായിരുന്നാലും എല്ലാം നന്നായിട്ട് ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ ആ ഡാൻസിന് എനിക്ക് എവിടെ ചെറിയ കോറിലേഷൻ മിസ് ചെയ്ത പോലെ എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്തു. ഓവറോൾ നോക്കുവാണെങ്കിൽ എല്ലാ പെർഫോമൻസസിനെയും വെച്ച് നോക്കുവാണെങ്കിൽ ഇത് കുറച്ച് ഡൗൺ ആണ്. ഇനി ബാക്കി എന്താ അമ്മുവിനും സൗഭാഗ്യക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നുള്ളത് എനിക്കറിയില്ല. അമ്മു ഗായത്രി ഈ പറഞ്ഞ പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ആക്ടില് ഗായത്രിയുടെ പാട്ട് ഭയങ്കര കുറഞ്ഞു പോയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഈ ആക്ട് ശരിക്കും പറഞ്ഞാൽ ആൻറ്റിയാണ് സ്കോർ ചെയ്തത്. മൊത്തം ആക്ട് മൊത്തം ആൻറ്റിയാണ് കയറി ഫുൾ സ്കോർ ചെയ്ത ആൻറ്റിയാണ്. ഇവിടെ വെരി ഗുഡ് ജോബ്. അതിന് ഇത്ര അടിപൊളിയായിട്ട് ലിപ് സിങ്കിങ് ഒക്കെ അടിപൊളിയല്ല, ടൈമിങ്ങും ഒക്കെ കറക്റ്റായിരുന്നു, സൂപ്പർബായിരുന്നു. ബാക്കി ചെയ്ത ആൾക്കാരും എല്ലാവരും അവരവരുടെ പാട്ട് നന്നായിട്ട് ചെയ്തു. ഗായത്രി നന്നായിട്ട് ചെയ്തു, മോശമായിട്ടല്ല പറയണേ. പക്ഷേ ഗായത്രിയുടെ തന്നെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് ഒരു ഡൗൺ ആയ പോലെ തോന്നി എനിക്ക്. ആ ഒരു സോങ്ങിൻ്റെ പാട്ടാണെങ്കിലും കുറേ ഭയങ്കര ഒരു എന്തൊക്കെയോ ഒരു ക്ലംസിനെസ് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു പാട്ട് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു, ഒരു നീറ്റ്നെസ് ഉണ്ടായിരുന്നില്ല. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, നല്ലൊരു ആക്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ഭയങ്കര ഒരു മിസ്സിങ് പാർട്ട് പോലെ തോന്നി എനിക്ക്. മേ ബി ഇന്നത്തെ ദിവസത്തിൻ്റെ ആയിരിക്കാം. സോ നെക്സ്റ്റ് ടൈം അതെന്തായാലും കോപ്പപ്പ് ചെയ്യാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സൗഭാഗ്യ ചേച്ചി ഇത് തന്നെയായിരുന്നു എൻ്റെ ഒപ്പീനിയൻ പറയാൻ ഉള്ളത്. ഈ ഒരു പെർഫോമൻസ് ഇപ്പോൾ ഗായത്രിയുടെ വളരെ തുടക്കത്തിലുള്ള ഒരു ആക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്ന ഒരു ജേർണിക്ക് ഇത് ഓക്കെയാണ്. ബട്ട് ഇത്രയും ഒരു സ്റ്റേജ് പാസ് ചെയ്ത് ഇവിടെ വന്നിട്ട് ഇപ്പം മണിച്ചിത്രത്താഴ് പോലത്തുള്ള സീനൊക്കെ കണ്ടിട്ട് ഇത് കാണുമ്പോഴത്തേക്കും ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഗായത്രിക്ക് എന്ന് എനിക്ക് തോന്നി. ഇനി സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് ഒരു ഭയങ്കര സിമ്പിളായിട്ടൊരു സീൻ എടുത്ത് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു. ബിക്കോസ് നമുക്ക് ലിമിറ്റഡ് ടൈം അല്ലേ ഉള്ളൂ. എല്ലാം ചുമ്മാ ഒരു റാൻഡംലി സെലക്ട് ചെയ്യാനുള്ളൊരു ടൈം നമുക്കില്ല. ഒരു ഷോ ഒരു പീരീഡ് ഇത്രയേ ഉള്ളൂ. അതിൻ്റെ അകത്ത് മാക്സിമം ദി ബെസ്റ്റ് സെലക്ട് ചെയ്ത് പോർട്രേ ചെയ്യാനുള്ളൊരു അവസരമേ നമുക്കൊരു ഷോയിലുള്ളൂ. ആൻഡ് ഗായത്രിക്ക് യു ഹാവ് ദ കാലിബർ ടു ടേക്ക് യുവർ ഗ്രാഫ് ലൈക്ക് ദിസ്. കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കാനുള്ളൊരു ടാലൻറ്റ് ഉള്ള കുട്ടിയാണ് ഗായത്രി. എനിവേസ് പെർഫോമൻസ് എല്ലാവരും നല്ലതായിരുന്നു. എല്ലാവരും അവരവരുടെ പാട്ട് ഗംഭീരമായിട്ട് ചെയ്തു. ആൻഡ് ഭാഗ്യരാജായിട്ട് വന്നതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ഒരു ആക്റ്റായിരുന്നു. ഗായത്രിയുടെ അമ്മ പറഞ്ഞ പോലെ ഉഗ്രൻ ടൈമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും നന്നായി ചെയ്തു. അമ്മ പറഞ്ഞ ഈ ദിവസത്തിൻ്റെ പ്രശ്നമായിരിക്കാം ചിലപ്പോൾ. നെക്സ്റ്റ് ഇതിൽ കോപ്പപ്പ് ചെയ്താൽ മതി. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഗായത്രി മിസ്റ്റേക്സ് ഒക്കെ റെഡിയാക്കാം. അടുത്ത പെർഫോമൻസ് ബാക്ക് വിത്ത് ബാങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. കുട്ടിത്താരങ്ങളുടെ ഇതിലും നല്ല തകർപ്പൻ പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് റിംഷ സൈനിങ് ഓഫ് ഫ്രം ഇമ്മിണി വലിയൊരു ഫാൻ. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Costume courtesy for Saubhagya Venkatesh, Fashion Floor, India. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.